ഹായ് ഫ്രണ്ട്സ്, ഈ പറന്ന് നടക്കുന്നത് പഞ്ഞല്ല കേട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തതാണ്. ഇത് എന്തിനെല്ലാം യൂസ് ചെയ്യാന്നുള്ളതും ഈ ഒരു ബിസിനസ് ഐഡിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന ഈ സോഫ്റ്റ് ടോയ്സും തലോണയും അതോടൊപ്പം തന്നെ ജാക്കറ്റിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ഈ പഞ്ഞി പോലെയുള്ള മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്നാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ചെറിയൊരു മുതൽ മുടക്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ ബിസിനസ്സിൻ്റെ മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഈ ബോട്ടിൽ നമ്മൾ ആക്രിക് ഷോപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അവിടെയുള്ള സ്ക്രാപ്പ് ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പും അതായത് ക്യാപ്പും അതോടൊപ്പം തന്നെ ലാബിലും നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഷ്രെഡർ മെഷീൻ ഉണ്ട്. അതായത് ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കുന്നതാണ് ഈ മെഷീൻ. ഇതിലിട്ട് ഷ്രെഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ. ഇനി നമ്മൾ പുതിയ സ്റ്റാർട്ടപ്പാണ്, നമ്മളധികം ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷ്രെഡ് ചെയ്ത മെറ്റീരിയലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഫുള്ളി വാഷ് ചെയ്ത് നീറ്റായിട്ട് നല്ല വൈറ്റ് കളർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ തൃശ്ശൂരുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുണ്ട്. അവർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാ കേരളത്തിൽ നിന്നുള്ള മെറ്റീരിയൽസ് മേടിക്കുന്നതും അതോടൊപ്പം കൊടുക്കുന്നതും. അത് ഹോൾസെയിലേഴ്സാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഷ്രെഡിങ് മെഷീനാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ള അറിയാനാണ്. ഷ്രെഡിങ് മെഷീൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോട്ടിൽ പൊടിക്കുന്ന സമയത്ത് കുറച്ച് സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസിനും കുറച്ച് എക്സ്പെൻസീവാണ്. സോ നമുക്ക് ഏറ്റവും ബെറ്റർ ഇത് ഷ്രെഡ് ചെയ്തതിന് ശേഷം മെറ്റീരിയലായിട്ട് എടുക്കുന്നതാണ്. അതല്ല കുറച്ചുകൂടി നല്ല അധികം വീടുകളൊന്നും അടുത്തില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഷ്രെഡ് ചെയ്യാൻ പറ്റും. ഇതിന് ഓൾമോസ്റ്റ് ഒരു 2.5 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപയാണ് കോസ്റ്റ് വരാം. മെഷീൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റും വ്യത്യാസം വരും. ഈ കാണുന്ന ഒരു മെഷീനിൽ പെർ ഡേ ഒരു 150 കിലോനൊക്കെയാണ് നമുക്ക് ഷ്രെഡ് ചെയ്യാൻ പറ്റുക. ബോട്ടിൽ ഷ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ചെറിയ പീസുകളായിട്ടാണ് ഉണ്ടായിരിക്കുക. അത്തരം പീസുകൾ വേണം നമ്മൾ നേരത്തെ കാണിച്ച ഫോം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാണ്. ഇതിലിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡാണ്, വൈറ്റും ഗ്രീനും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഇത് ഷ്രെഡ് ചെയ്തത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം മേക്ക് ചെയ്യുന്ന മെഷീൻ. മുൻപ് ഇത് ജർമ്മനിയിലും അതോടൊപ്പം തന്നെ റഷ്യയിലൊക്കെയാണ് അവൈലബിൾ ആയിരുന്നത്. നമ്മുടെ നാട്ടിൽ 1-2 സ്ഥലത്താണ് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. അവർ ഈ ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ വലിയൊരു കോസ്റ്റാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മെയിൻ്റനൻസും ഇവിടെ അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ പെരുമ്പാവൂർ ഈ മെഷീനറി പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും ഈസി ആയിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടത് 3 ഫേസ് കണക്ഷനാണ്. ഓൾമോസ്റ്റ് ഒരു ദിവസം ഈ മെഷീൻ കൺസ്യൂം ചെയ്യുന്നത്, അതായത് ഇത് വേണ്ടത് 11 HP പവറിന് യൂസ് ചെയ്യാനായിട്ടുള്ള കറണ്ടാണ്. പിന്നെ ഈ മെഷീൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നമുക്ക് വരുന്നത് ഒരു ദിവസം 40 to 60 കിലോ ആണ്. ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇടേണ്ടതാണ്. അതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ തലേ ദിവസം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എങ്ങാനും ഇതിൻ്റെ നോസിലിൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം വേണം പുതിയൊരു ദിവസം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉരുക്കുന്ന രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളൊന്നും വലിയ രീതിയിലുണ്ടായിരിക്കില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്മെല്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി മുള്ളേരിയാണ് ബെറ്റർ ആയിരിക്കാം. വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ പഞ്ഞി പോലെയാണ് നമ്മൾ പൊടിച്ച പ്ലാസ്റ്റിക് നമ്മുടെ അടുത്തേക്ക് വരാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ള സൗണ്ട് ഉണ്ടായിരിക്കില്ല. വളരെ ക്ലിയർ ആയിട്ട് നല്ല വൈറ്റ് ഫോംസ് ആയിട്ട് ഇത് മാറും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാ സമയത്തും കറക്റ്റായിട്ട് കോൺസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോംസിൻ്റെ കളറുകൾ ചെയ്യും. ഇനി ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർ അവറിൽ 40 to 60 കിലോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് 1 കിലോയ്ക്ക് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റിക്ക് 80 രൂപ വരെ റേറ്റ് മാർക്കറ്റിൽ കിട്ടും.
അപ്പോൾ നിങ്ങൾക്ക് ആ റോ മെറ്റീരിയലായിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ബിസിനസ്സാണ്. അതായത് നേരത്തെ കാണിച്ച പോലെ സോഫ്റ്റ് ടോയ്സോ അതല്ലെങ്കിൽ തലോണയോ അതല്ലാന്നുണ്ടെങ്കിൽ ജാക്കറ്റുകളോ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ഒരു മെഷീൻ കൂടി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയലായിട്ട് 80 രൂപയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് 200 to 250 രൂപ 300 രൂപ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ വലിയൊരു രീതിയിലുള്ള ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒരു മന്ത് 2 to 3 ടൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും 2 to 3 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് ടോയ്സ് മേക്ക് ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈനിൽ നിന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോൾസെയിലേഴ്സ് കുറേ പേരുണ്ട്. ഇപ്പോൾ ഇന്ത്യ മാർട്ട് അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അത്തരം സൈറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് സോഫ്റ്റ് ടോയ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റുകൾ നമുക്ക് കടകളിൽ സപ്ലൈ ചെയ്യുകയോ ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതുവരെ ഈ ബിസിനസ് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻസ് നല്ല രീതിയിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെട്ടു